മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ശ്രോതാക്കളായിട്ടുള്ള ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സമയം വളരെ ചുരുങ്ങിയതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും പേരെടുത്ത് പരാമർശിക്കാറ്. ആദ്യമേ തന്നെ ഞാൻ വളരെ വിവാദാസ്പദമായി ശ്രീ അനിൽ പറഞ്ഞ, നമ്മുടെ നേരത്തെ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ ആ ഗ്രന്ഥം മനുസ്മൃതി ഞാനിവിടെ ഈ അധ്യക്ഷൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഞാൻ പറയുന്ന ഭാഗം അത് തന്നെ അല്ല എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അപ്പോൾ അതിലെ ആ സംശയങ്ങൾ മാറിക്കിട്ടും. ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർ അദ്ദേഹം 3 ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് ഇവിടെ വന്നത്. 1 ബൈബിള്, 2 ഇന്ത്യൻ ഭരണഘടന, 3 മനുസ്മൃതി. അതിൽ ഇന്ത്യൻ ഭരണഘടനയും മനുസ്മൃതിയും അദ്ദേഹം ഉയർത്തി കാണിക്കുകയുണ്ടായി. ബൈബിൾ ഉയർത്തി കാണിച്ചില്ല. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ വിവരമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാകാം അത് കാണിക്കാതില്ല. അപ്പം ഞാൻ എന്താണ് ഈ മനുസ്മൃതി ഞാൻ ഇവിടെ വെക്കാൻ നിർത്തില്ല, കാരണം ഇവിടെ നനവുണ്ട്. ഞാൻ അധ്യക്ഷൻ്റെ കൈ കൊടുക്കുകയാണ്. ഞാൻ പറയുന്ന ഭാഗം അത് തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അധ്യക്ഷനെ ഞാനിത് ഏൽപ്പിക്കണം. ഞാൻ അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും റെഫറൻസ് ഞാൻ പറയും. അപ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിലുള്ള ആ സംശയങ്ങൾ മാറിക്കിട്ടും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, വർത്തമാനം എന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ശരിക്ക് വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിന് അനുസൃതമായ സംസാരമാണ് പ്രസംഗം എന്ന് പറയുന്ന സന്ദർഭമാണ്. പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല. പ്രഭാഷണം എന്ന് പറയണമെങ്കിൽ പ്രകൃഷ്ടമായ ഭാഷണം, ഒരു വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഭാഷണത്തെയാണ് പ്രഭാഷണം എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രസംഗം വയ്ക്കുക എന്നല്ല, പ്രഭാഷണം എന്നാണ് പറയുന്നത്. വർത്തമാനം എന്നും പറയാൻ പറ്റില്ല. വർത്തമാനം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് അർത്ഥം. അതുമല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പേച്ച്, ഒരു പറച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം, അല്ലെ, അതിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നത് അത് എത്രമാത്രം ഹീനമായിട്ട് പറയാമോ അത്രയും ഹീനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത് അദ്ദേഹത്തിന് അത് പറയാൻ തന്നെ അറിഞ്ഞുകൂടായിരുന്നു. സ്വസ്തി പ്രജാഭ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ലാതെ ആദ്യം തന്നെ സ്വസ്തി പ്രജാഭ്യ എന്നാണ്. പ്രജാഭ്യാം എന്ന് പറഞ്ഞാലും പ്രജാഭ്യ എന്ന് പറഞ്ഞാലും വളരെ വ്യത്യാസമുണ്ട് സംസ്കൃതത്തിൽ. സ്വസ്തി പ്രജാഭ്യ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രജകൾക്കും സ്വസ്തി ഉണ്ടാകട്ടെ, മംഗളം ഉണ്ടാകട്ടെ എന്നാണ്. എല്ലാ പ്രജകൾക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവർക്കൊക്കെ പറയാറുണ്ട്, നമ്പൂതിരി തൊട്ട് നായാടി വരേക്കുന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാവരുമാണ്. അതടക്കമുള്ള എല്ലാ ആളുകൾക്കും മംഗളമുണ്ടാകട്ടെ, സ്വാഭാവികമായ ഒരു മംഗളമുണ്ടാകട്ടെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്വസ്തി പ്രജാഭ്യ എന്നാണ്, പ്രജാഭ്യാം എന്നല്ല. രണ്ടാമത് പറയുന്നത് ന്യായേന മാർഗേണ മഹീശാഹ പരിപാലയന്താം. ന്യായമായ മാർഗത്തിലൂടെ, ന്യായമനുസരിച്ച് സാധുവായതാണ് ന്യായം. 2 യകാരമുണ്ട് അവിടെ. ന്യായമായ മാർഗത്തിലൂടെ രാജാക്കന്മാർ ജനങ്ങളെ ഭരിക്കട്ടെ. അപ്പൊ 2 തരത്തിലുള്ള മംഗളമാണ് പറഞ്ഞത്. ഒന്ന് സ്വാഭാവികമായ ഒരു മംഗളം, രണ്ടാമത്തേത് നല്ല ഭരണത്തിലൂടെ ഉണ്ടാകുന്ന മംഗളം. 2 മംഗളമാണ്. പിന്നെയാണ് പറയുന്നത് ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. എന്നും ഗോബ്രാഹ്മണേഭ്യ, ഗോക്കളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ അവിടെ ഒരു വിഭക്തിയുടെ പ്രശ്നമുണ്ട്. ഗോബ്രാഹ്മണേഭ്യ എന്നുള്ളത് ചതുർത്ഥിയാണെന്ന് ചിലരും, എന്നാൽ അത് പഞ്ചമിയാണ് എന്ന് യാഥാർത്ഥ്യബോധമുള്ളവരും പറയും. അപ്പൊ ചതുർത്ഥിയിൽ പറഞ്ഞാൽ ഗോക്കൾക്കും ബ്രാഹ്മണർക്കും എന്നാണ് അർത്ഥം. പക്ഷേ അവിടെ പറയുന്നത് അത് പഞ്ചമിയാണ്. പഞ്ചമിയാകുമ്പോഴും ആർക്ക് എന്നുള്ളതിൻ്റെ ചതുർത്ഥി അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഗോക്കളിൽ നിന്നും ബ്രാഹ്മണരിൽ നിന്നും എല്ലാവർക്കും ശുഭമുണ്ടാകട്ടെ. എന്താണ് ഗോക്കൾ എന്ന് പറഞ്ഞത്? പണ്ടത്തെ സമ്പത്താണ് ഗോക്കൾ.
പണ്ട് സമ്പത്ത്, ഒരാളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എത്ര പശുക്കളുണ്ട്, എത്ര ആടുകളുണ്ട് എന്നൊക്കെയാണ് കണക്ക്. അപ്പോൾ ആ ഭൗതികമായ സമ്പത്ത് കൊണ്ട് എല്ലാവർക്കും മംഗളമുണ്ടാകട്ടെ. പിന്നെ അതുപോലെ തന്നെ ഗോക്കളെ പോലെ തന്നെയുള്ള ഒരു കൂട്ടരാണ് ബ്രാഹ്മണര്. അതെങ്ങനെയാണ്? ഗോക്കൾ നമ്മുടെ ഭൗതികമായ സമ്പത്ത്, ബ്രാഹ്മണർ നമ്മുടെ ആത്മീയമായ സമ്പത്തിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളാണ് ബ്രാഹ്മണര്. അവർക്ക് പശുക്കളായിട്ട് എന്താണ് സാദൃശ്യം എന്ന് ചോദിച്ചാൽ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ. എന്താണ്? ഗോക്കൾ നേരം വെളുക്കുമ്പോൾ തൊട്ട് പുല്ല് അല്ലെ, കണ്ട ഇലകളൊക്കെ അവര് അകത്താക്കിക്കൊണ്ടിരിക്കും, ചവച്ചരച്ച് തിന്നെയല്ല. അതെന്താണ്? അത് ഒരു വിധത്തിൽ എല്ലാം അങ്ങ് ഉള്ളിലാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഇലകളും ഔഷധമാണ്. നാസ്തി പത്രം അനൗഷധം. ഇല ഔഷധമല്ലാതെ ഒരു ഇല പോലും ഇല്ല. വിഷമയമായ ഇല പോലും ഔഷധമാണ്, ചെറിയ അളവിൽ ഔഷധമാണ്. അപ്പോൾ അപ്രകാരം അതിനെല്ലാം അകത്താക്കുകയും സമയം കിട്ടുമ്പോഴെല്ലാം വിശ്രമവേളകളിൽ മുഴുവൻ ആ ഇലകളെ എന്ത് ചെയ്യുന്നു? അതിനെ അയവിറക്കിക്കൊണ്ട് അതിൻ്റെ ഔഷധ ഗുണം തന്നിലേക്ക് ആഗിരണം ചെയ്ത് പാലിലൂടെയും ഗോമൂത്രവും അതിൻ്റെ ചാണകവും അതിലൂടെയെല്ലാം ഈ ഔഷധങ്ങളെ നമുക്ക് തരുന്നതാണ്. ഗോമൂത്രവും ചാണകവും ഒക്കെ പാലും എല്ലാം നാം ഔഷധമായി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാറ്റിനെയും അകത്താക്കുക, വിശ്രമവേളകളിൽ അതിനെ അരച്ച് ചർവണം ചെയ്ത് ഔഷധം അതിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഇത് ഗോ ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേദേതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം, അഥവാ നമ്മുടെ തിരുലിഖിതങ്ങളെല്ലാം അദ്ദേഹം വായിച്ചു മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്രമവേളകളിൽ മുഴുവൻ അതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്യുന്നു, പശു അയവിറക്കുന്നത് പോലെ. അതാണ്, അല്ലാണ്ട് രണ്ടു കൂട്ടരും നാൽക്കാലികളാണെന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. അതിനെ അയവിറക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് പരിചിന്തനം ചെയ്തുകൊണ്ട് അതിൻ്റെ ശരിയായ അർത്ഥതലങ്ങൾ ഗ്രഹിച്ച് അത് നമുക്ക് പറഞ്ഞു തരും. എങ്ങനെ പറഞ്ഞു തരുന്നു? ബൃഹത്തായി പറഞ്ഞു തരുന്നു. ബൃംഹണം ചെയ്യുന്നത് കൊണ്ടാണ് ബ്രാഹ്മണൻ എന്നുള്ളത്. ബൃംഹണം ചെയ്യുന്നവനായതുകൊണ്ടാണ്. എന്താണ് ബൃംഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ബൃഹത്തായി പറയുക. നമ്മൾ മേധാസുത്വത്തിൽ പറയാറുണ്ട്, ത്വയാ ജുഷ്ടാഹ നുദമാന ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാഹ. നമ്മൾ സുഷ്ടു വിശേഷേണ ഈരണം ചെയ്യുന്നവരാകുക, നന്നായി സവിശേഷമായ രീതിയിൽ പറയുവാൻ കെൽപ്പുള്ളവരാകുക. എന്നിട്ട് വളരെ ദുർഗ്രഹമായ വിധത്തിൽ പറഞ്ഞിട്ടുള്ള തിരുലിഖിതങ്ങളെ വിശദമായി ജനങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കുന്ന തൊഴിലായിട്ടുള്ളവരാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത്. അവരെപ്പോൾ എത്രയേറെ ആദരണീയരാണ്. ശരിയായി നമുക്ക് വേണ്ടി ആ ബൗദ്ധികമായ വ്യാപാരം ജീവിതത്തിന്റെ വ്രതമാക്കിയെടുത്തിട്ടുള്ളവരെ. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെ നിന്ദിക്കുന്ന ആളുകൾ എടുത്തു പറയാറുള്ള ഒരു നോവലുണ്ട്, അഗ്നിസാക്ഷി. ആ അഗ്നിസാക്ഷി നോക്കിയാൽ നമ്മുടെ സംസ്കാരത്തെ ചീത്ത പറയാനല്ല, അതിൻ്റെ പ്രകാശം എത്രയാണ് എന്ന് കാണാൻ അതിൽ നമുക്ക് നമുക്ക് കഴിയും. അതിലൊരു ഉണ്ണിയേട്ടനുണ്ട്. ആ ഉണ്ണിയേട്ടന്റെ പത്നിയാണ്. എന്താണ്? തനിക്കൊരു ജീവിതം പോലും കിട്ടാതെ വന്നു. എന്താണ് കാരണം? ആ ഉണ്ണിയേട്ടൻ യൂണിഫോം ധരിച്ചിട്ടുള്ള ആളാണ്. എന്താണ് യൂണിഫോം? 3 കൂട്ടർക്കാ യൂണിഫോം ഉള്ളത്. ഏതൊക്കെയാണത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. ഈ 3 കൂട്ടർക്കും പൂണൂലുണ്ട്, യജ്ഞോപവീതമുണ്ട്. ആ ഈ പൂണൂൽ എന്ന് പറയുന്നത് എന്താണ്? അത് അവരുടെ യൂണിഫോമാണ്. യൂണിഫോം, ധർമ്മകഞ്ചുകം എന്നാണ് യൂണിഫോമിനെ പറയുക. ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇടുന്നുണ്ടായിരിക്കും. അതിനെ ധർമ്മകഞ്ചുകം എന്നല്ല പറയുക, അത് ഗണവേഷമാണ്, അതൊരു കൂട്ടത്തിന്റെ വേഷമാണ്. പക്ഷേ യൂണിഫോം, ഇവിടെ നിൽക്കുന്ന പോലീസുകാർ യൂണിഫോം ഇട്ടിട്ടുണ്ട്, അത് ധർമ്മകഞ്ചുകമാണ്. എന്ന് പറഞ്ഞാൽ അത് ധരിച്ച ആൾക്ക് വ്യക്തിപരതയില്ല അല്ലേ? ഒരു പോലീസുകാരൻ ഒരാളെ തല്ലിയാൽ എന്ത് പറയാൻ പറ്റില്ല നമുക്ക്? അത് നമ്മുടെ കണ്ടോ, എന്നെ നന്നായിട്ട് അറിയണ ആളാ, എന്നിട്ടും തല്ലി അല്ലേ? ആരാണ്? ഉണ്ണേട്ടൻ. പറയാൻ പറ്റില്ല. കാരണം എന്താണ്? യൂണിഫോം ധരിച്ച ആൾക്ക് വ്യക്തിപരതയില്ല. അവിടെ എന്താണ് പറയാ? ദ പോലീസ് എന്നാണ് പറയാ. അതുപോലെ തന്നെയാണ് യജ്ഞോപവീതം ധരിച്ച
ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ വ്യക്തിപരതയില്ലാതെ തങ്ങളുടെ യൂണിഫോമിന്റെ ധർമ്മകഞ്ചികത്തിന്റെ ആ ധർമ്മം തങ്ങളിൽ നിക്ഷേപിക്കുന്ന കർത്തവ്യത്തെ അനുഷ്ഠിക്കുന്നവരാണ്. എങ്ങനെ? സ്വസുഖ നിരപേക്ഷരായിട്ട്, സ്വന്തം സുഖത്തെ നോക്കാതെ. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയിലെ ഉണ്ണേട്ടന് എന്ത് പറ്റാതിരുന്നത്? തൻ്റെ പത്നിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന UR അനന്തമൂർത്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട് സംസ്കാര. അതിലുമുണ്ട് അപ്രകാരം ഒരു ഉണ്ണേട്ടനല്ല, പ്രാണേശാചാര്യൻ. ഈ പ്രാണേശാചാര്യനെ കൊണ്ടും കുടുംബത്തിന് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച കാര്യങ്ങൾ, വ്യക്തിപരങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എപ്പോഴും എന്താണ്, അദ്ദേഹത്തിന് ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാനേ പറ്റൂ. ഇനി നമ്മുടെ ഇപ്പോഴത്തെ യൂണിഫോം ധാരികളെ നോക്കുക. ആരൊക്കെയാണ് യൂണിഫോം ധരിക്കുന്നവര്? ഒന്ന് ബ്രാഹ്മണർ. അവർക്ക് എന്താണ് ഈ പറയുന്ന പോലെ 2 ബ്രാഹ്മണരുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ക്ഷത്രിയരെ നോക്കുക. ഒരു പട്ടാളക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പട്ടാളക്കാരന്റെ ദൗർഭാഗ്യവശാത് അദ്ദേഹത്തിന്റെ അച്ഛനോ ആരോ മരിച്ചിരിക്കുകയാണ്. ചിത കൊളുത്താനായി അദ്ദേഹം ഒരു പക്ഷേ ചിതയ്ക്ക് തീയും കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത്, താൻ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ഉടൻ വരിക. കാരണം എന്താണ്? രാജ്യത്തിന്റെ അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്നു, യുദ്ധത്തിന്റെ സാഹചര്യമുണ്ട്. നാളെ വരാട്ടോ, ബലിയിടല് നാളെ തീരാന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. ആ കൊള്ളി അവിടെ വെച്ചുകൊണ്ട് പോയാലേ പറ്റൂ. അതാണ് കഞ്ചുകം, ധർമ്മകഞ്ചുകം എന്ന് പറയുന്നത്. വൈശ്യൻ എന്ന് പറയുന്ന ആൾക്കും അപ്രകാരം തന്നെയാണ്. വൈശ്യനും ഉപനയനമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു കൊള്ളണം? രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ നോക്കാതെ തന്നെ എല്ലായ്പ്പോഴും കൃഷി കാര്യങ്ങൾക്കും കച്ചവട കാര്യങ്ങൾക്കും വാർത്തയാണ് വൈശ്യന്റെ ചുമതല. വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശവാണിയിൽ കേൾക്കുന്ന വാർത്തയല്ല, കൃഷിയും പശുപാലനവുമാണ് വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് കച്ചവടം ചെയ്യേണ്ടി വരുന്നത്. കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ ഉത്പന്നങ്ങൾ വിറ്റഴിക്കണം. അതിന് ബാർട്ടർ സമ്പ്രദായം എപ്പോഴും ഫലവത്താവില്ല. കാരണം ഒരാൾക്ക് നെല്ലുണ്ട്, അയാൾക്ക് തേങ്ങ ആവശ്യമുണ്ട്, നെല്ലും കൊണ്ട് തേങ്ങ മേടിക്കാൻ പോവുക. തേങ്ങയുള്ള ആളുടെ അടുത്ത് ചെന്നു. അപ്പോൾ തേങ്ങയുള്ള ആൾ ചിലപ്പോൾ പറയും, എനിക്ക് കാര്യം എന്താണ്, തേങ്ങ തരാനുണ്ട്, പക്ഷെ നെല്ല് എനിക്കവിടെ സൂക്ഷിക്കാൻ സൗകര്യമില്ല, കച്ചവടം നടക്കില്ല, മറ്റൊരാളെ അന്വേഷിച്ച് പോകണം. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് കച്ചവടം തുടങ്ങിയത്. ഒരു കട, അതിലെന്താണ്, അതിൽ നെല്ല് കൊടുക്കാം, കൂടുതൽ നെല്ലുള്ള ആൾക്ക് തേങ്ങ കൊടുക്കാം, എന്തും അവിടെ കൊടുക്കാം, വാങ്ങുന്ന ആളുകൾക്കും അവിടെ വാങ്ങാം. അതുകൊണ്ടാണ് പിന്നെ കച്ചവടവും കൂടെ വൈശ്യന്റെ ചുമതലയായി വന്നത്. അപ്പൊ ഇവർക്ക് ഈ 3 കൂട്ടർക്കും എന്താണ്, അവർ സ്വന്തം താല്പര്യങ്ങൾ തൃണവത്ഗണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഈ 3 കൂട്ടർ. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ കൂട്ടരാണ് ആര്? ശൂദ്രർ എന്ന് പറയുന്നത്. ശൂദ്രർ എന്ന് പറഞ്ഞാൽ അവിദഗ്ധ തൊഴിലാളികളാണ്. പ്രത്യേകമായ വൈദഗ്ധ്യം ആവശ്യമില്ല. ബ്രാഹ്മണന് എന്ത് വേണം? ബ്രാഹ്മണന് ബ്രഹ്മജ്ഞാനം വേണം, വേദം പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഈ നിബന്ധനകളൊക്കെ ഉണ്ട്. ക്ഷത്രിയൻ എന്ത് വേണം? ക്ഷത്രിയന് യുദ്ധമുറകൾ ആവശ്യമാണ്. ആ യുദ്ധമുറകൾ ആവശ്യമുള്ളിടത്ത് മാത്രം പ്രയോഗിക്കുന്നവനാകണം ക്ഷത്രിയൻ. ആയുധം കൊണ്ടു നടക്കാൻ പാത്രതയുള്ളവൻ. പാത്രതയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? തോന്നിയതുപോലെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. തോക്ക് കയ്യിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? കണ്ടെടുത്ത മുഴുവൻ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം വെച്ചിട്ട് തോക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പാത്രതയുള്ളവനാണ്. അല്ലേ? നമ്മളെവിടെയും നമ്മുടെ സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉടനെ തന്നെ വെടിവെപ്പ് കാണുന്നുണ്ടോ? ഇല്ല. പറഞ്ഞുവിടാനാണ് നോക്കുന്നത് ആദ്യമായിട്ട്. അതിനും പറ്റിയില്ലെങ്കിൽ എന്താണ്, അടിച്ചോടിക്കാൻ നോക്കും. ഒരു നിവൃത്തിയില്ലാത്തടത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ശക്തിമത്തായ ആയുധം പ്രയോഗിക്കാൻ പാടുള്ളൂ. അതിനുള്ള കഥകളൊക്കെ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിരിക്കട്ടെ. അപ്പൊ ഈ വിധത്തിൽ ബാക്കിയുള്ള ആളുകൾ എന്താണ്? അവര് ശൂദ്രന്മാരാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ ദാസന്മാരാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാസയതി, പൂർത്തീകരിക്കുന്നു എന്നാണ് അർത്ഥം. ദാസൻ അതായത് വിദഗ്ധ തൊഴിലാളി ജോലി ചെയ്യുക. ആ വിദഗ്ധ തൊഴിലാളിയുടെ ജോലി അദ്ദേഹം ചെയ്യേണ്ടതിൽ മാത്രമായി ക്ലിപ്തപ്പെടുത്തി ബാക്കി ജോലികൾ അവിദഗ്ധ തൊഴിലാളികൾ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഈ ദാസനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇപ്പൊ ഇവിടെ
ഇവിടെ എന്താണ്, ഇവിടെ ഈ യോഗം നടക്കുന്നു. ഈ യോഗം നടന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യമായിട്ട് കാര്യങ്ങൾ വിഷയാവതരണമൊക്കെ ചെയ്യേണ്ട ആളുകളുണ്ട്. അവർ ഈ വിഷയാവതരണമൊക്കെ ഇവിടെ ചെയ്യും. അത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ പൂർത്തീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഈ സ്റ്റേജ് ഇവിടുന്ന് അഴിച്ചു മാറ്റണം, ഈ കസേര എടുത്തു മാറ്റണം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്ന ആൾ ഇതിന്റെ പൂർത്തീകരിക്കുകയാണ്, ബാക്കി ഭാഗം ചെയ്യാണ് ദാസയതി. അവരൊക്കെ ദാസന്മാരാണ്. ഒരാശുപത്രിയിൽ ചെന്ന നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ, വിദഗ്ധനായ ഡോക്ടർ വന്ന് രോഗിയെ കാണുന്നു അല്ലേ? രോഗിയെ കണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യം മാത്രം അദ്ദേഹം ചെയ്യാം. രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, അതിനാരെ ചുമതലപ്പെടുത്തി? അതിനെ നഴ്സിനെ ചുമതലപ്പെടുത്തി. അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നഴ്സിംഗ് അസിസ്റ്റന്റുമാരുണ്ടാവും, മുറിവ് കെട്ടലും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ വിദഗ്ധനായ ഡോക്ടർ മാത്രം ഇത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റില്ല? OP-യിൽ പോയി ബാക്കി രോഗികളെ നോക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ സേവനം എവിടെ മാത്രമായിരിക്കണം? അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ആവശ്യമുള്ള മേഖലയിൽ മാത്രം. അപ്പം അദ്ദേഹത്തിൻ്റെ സമയം രക്ഷിക്കുന്നതിന് വേണ്ടി ബാക്കി ജോലികൾ ആര് ചെയ്യുന്നുവോ അവരെയാണ് ദാസന്മാരെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നേഴ്സുമാരുടെ ആശുപത്രിയിൽ ആരാണ്? ദാസവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ദാസയതി, ഡോക്ടർ ചെയ്തതിൻ്റെ ബാക്കി അവർ പൂർത്തീകരിക്കും. ഇതിനെയാണ് ദാസൻ എന്ന് പറയുന്നത്. അപ്പം ഈ ദാസനൊന്നും എന്തല്ല, ദാസൻ എന്ന് പറഞ്ഞാൽ അടിമയേ അല്ല. അവർക്ക് ശമ്പളം നൽകണം. എന്താണ് ശമ്പളം നൽകേണ്ടത്? ശം എന്ന് പറഞ്ഞാൽ സുഖം എന്നാണ് അർത്ഥം. ശം നോ ദേവീരഭീഷ്ടയേ അല്ലേ? ശം മംഗളം, സുഖം. പിന്നെ എന്താണ്? ബലം, ശരീരത്തിന്റെ ബലം നിലനിർത്തണം. അതിനെന്ത് ചെയ്യണം? ശം ബലം, ഇത് രണ്ടും നൽകണം. ശമ്പളം നൽകണം. അതാണ് ആവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശമ്പളം കൊടുത്ത ശമ്പളക്കാരാണ് അവരെന്ന് പറയുന്നത്. ഈ ഒരു വിഭജനമാണുള്ളത്. അവിടെ എന്ത് പറയുന്നു? നമ്മുടെ പാസ്റ്റർ പറഞ്ഞത് എന്താണ്? അപ്പൊ ഇങ്ങനെ ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത് ഏത് വിധത്തിലാണ്? എല്ലാ ലോകങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും 4 പ്രകാരത്തിൽ 4 കാലിൽ ഉറച്ചു നിൽക്കുന്ന മംഗളമുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. ഏതാണ് 4 കാലിൽ ഉറച്ചു നിൽക്കുന്ന മംഗളം? ഒന്ന് സ്വാഭാവികമായ ഒരു മംഗളം, ദൈവാനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു മംഗളം. രണ്ടാമത്തേത് ന്യായമായ മാർഗത്തിലൂടെ ഭരണകർത്താക്കൾ രാജ്യം ഭരിക്കുന്നത് കൊണ്ടുള്ള നല്ല ഭരണം കൊണ്ടുള്ള മംഗളം. 2. മൂന്നാമത്തേത് നമ്മുടെ ഭൗതിക സമ്പത്തായിട്ടുള്ള ഗോക്കളും കൃഷിയും എല്ലാം ഭദ്രമായിരിക്കുന്നത് കൊണ്ടുള്ള മംഗളം. 4-മത്തേത് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ശ്രേയസ്കാരികളായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ടുള്ള മംഗളം. ഇങ്ങനെ 4 കാലിൽ ഉറച്ചു നിൽക്കുന്ന ഭദ്രമായ മംഗളം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച ആ മഹാമന്ത്രമാണ് ഏറ്റവും ഹീനമായ വിധത്തിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഒരു നിലയ്ക്കും എന്ത് പറയാൻ പറ്റില്ല, ഗോവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിന് മംഗളമായി എന്ന് ഒരു നിലയ്ക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഒരു ശ്ലോകത്തെ, മഹത്തായ അർത്ഥം ഗരിമാതിരേകം ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകത്തെയാണ് അദ്ദേഹം അത്രയും ഹീനമായി പറഞ്ഞത്. അതുകൊണ്ട് അത് ഏറ്റവും അപലപനീയമായ ഒരു പ്രസ്താവനയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ആരോപണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞത് പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ്. അദ്ദേഹം എടുത്തത് ഇതിലേക്കാണ്, പുരുഷ സൂക്തത്തിലേക്കാണ് എടുത്തത്. പദ്ഭ്യാം ശൂദ്രോ അജായത. എങ്ങനെയാണ് അതിന് ഇത്രയും നീചമായ അർത്ഥം ഉണ്ടാവുക? പദ്ഭ്യാം ശൂദ്രോ അജായത പറഞ്ഞിട്ടുള്ളത് എന്താണ്? സർവേ ശൂദ്രാഹ ജായന്തേ, എല്ലാവരും ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. സംസ്കാരാത് ദ്വിജ ഉച്യതേ, സംസ്കാരം കൊണ്ട് ദ്വിജനായിത്തീരുന്നു. അപ്പൊ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സംസ്കാരമുണ്ട്, ഉപനയനമുണ്ട്. ആ ഉപനയനമുള്ളത് കൊണ്ട് ഈ 3 കൂട്ടരെയും ദ്വിജന്മാർ എന്ന് പറയുന്നു. സംസ്കാരാത് ദ്വിജ ഉച്യതേ വേദജ്ഞാനാത് ഭവേദ് വിപ്രഹ, വേദം പഠിക്കുന്നത് കൊണ്ടാണ് വിപ്രനായിത്തീരുന്നത്. ബ്രഹ്മജാനാതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടുള്ളവനാണ് ബ്രാഹ്മണൻ എന്ന്. ഇതിന് ബൃഹദാരണ്യോപനിഷത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഗാർഗി എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. യാജ്ഞവൽക്യൻ എന്ന ബ്രാഹ്മണൻ ഗാർഗിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പൊ പണ്ട് സ്ത്രീകൾ ഇവിടെ ഒന്നും അല്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ബൃഹദാരണ്യകോപനിഷത്തിൽ യാജ്ഞവൽക്യൻ ഗാർഗിയെ വിളിച്ചാണ് പറയുന്നത്, യസ്തു ഗാർഗി ഏതദ് വിദിത്വ അസ്മാൽ ലോകാത് പ്രൈതി സബ്രാഹ്മണഃ. ഈ ബ്രഹ്മവിദ്യയെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട്, അത് ഗാർഗിയോട് പറയുമ്പോൾ ഓരോ വാക്കും പറയുമ്പോൾ ഗാർഗി ഗാർഗി എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്, വാത്സല്യം കൊണ്ടാണ്. ഏതത് ഹേ ഗാർഗി യസ്തു ഏതദ് വിദിത്വ, ഈ ബ്രഹ്മതത്വം അറിഞ്ഞിട്ട് ഏതൊരാൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നുവോ, ഈ ലോകത്തിന് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗകിക സുഖങ്ങളിൽ മുഴുകാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ, ഒരു വ്യക്തി. ഇതിന്റെ എന്താണ്? ലൗകിക സുഖങ്ങളിൽ താല്പര്യമില്ലാതെ അതിൽ മുഴുകാതെ വർത്തിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളാണ് ബ്രാഹ്മണൻ. യസ്തു ഏതത് അവിദിത്വ ഗാർഗി അസ്മാൽ ലോകാത് പ്രൈതി സകൃപണഃ. ഏതൊരാളാണോ ഈ ജ്ഞാനമില്ലാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നത്, അഥവാ ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങൾ അറിയാതെ നിൽക്കുന്നത്, അയാൾ കൃപണനാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്നുള്ളതിന്റെ വിപരീതമായി പറഞ്ഞ വാക്ക് കൃപണൻ എന്നാണ്, അറിവില്ലാത്തവൻ എന്നാണ്. അതാണ് ഭഗവത്ഗീതയിൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്, കാർപ്പണ്യ ദോഷ ഉപഹത സ്വഭാവ. കാർപ്പണ്യം, കൃപണത്വം കൊണ്ട് ഉപഹത സ്വഭാവനാണ് ഞാൻ, അറിഞ്ഞുകൂടാ കൃഷ്ണ, അതെനിക്ക് പറഞ്ഞു തരുമെന്നാണ്. അപ്പൊ ബ്രാഹ്മണൻ അറിവുള്ളവനും കൃപണൻ അറിവില്ലാത്തവനുമാണ്. ബ്രാഹ്മണൻ എന്ന പദത്തിന് കോൺട്രാസ്റ്റ് ആയിട്ട്, എതിരായിട്ട് പറഞ്ഞിട്ടുള്ള പദം കൃപണൻ എന്നുള്ളതാണ്. അപ്പോൾ ഇനി എവിടെയാണ് പുരുഷ സൂക്തത്തിൽ ഇത് പറയുന്നത്? പുരുഷ സൂക്തത്തിൽ പറയാണ്, യത് പുരുഷം വ്യദതുഹു കതിത വ്യകൽപയൻ മുഖം കിമസ്യ കൗബാഹു കാ ഊരു പാദ ഉച്ഛേദേ എന്ന് പുരുഷ സൂക്തത്തിലെ 12ാമത്തെ അല്ല, എത്രാമത്തെയാണ്? 11ാമത്തെ മന്ത്രമാണ്. പുരുഷ സൂക്തത്തിൽ 11ാമത്തെ മന്ത്രമാണ്. അപ്പോ പുരുഷ സൂക്തം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന് പറയുന്ന തുടങ്ങുന്നതാണ് പുരുഷ സൂക്തം. അതിൽ ചോദിക്കുകയാണ്, ഈ പറയുന്ന വിരാട് പുരുഷൻ, ആ വിരാട് പുരുഷന്റെ മുഖം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വിരാട് പുരുഷന്റെ മുഖം എന്താണ്? പിന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ ബാഹു എന്താണ്? കൗബാഹു, ബാഹുക്കൾ ഏതാണ്? കാഊരു, ഊരുക്കൾ എന്താണ്? കൗ പാദവും ഉച്ഛേദേ, അദ്ദേഹത്തിന്റെ പാദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ആ പുരുഷന്റെ മുഖം എന്താണ് എന്നാണ് ചോദ്യം. അതിന് 12ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് എന്നാണ്. ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ മുഖം ആയിത്തീർന്നു എന്നാണ്. അല്ലാതെ എന്തല്ല, ബ്രാഹ്മണൻ മുഖത്ത് നിന്ന് ഉണ്ടായി എന്നല്ല. എല്ലാ മനുഷ്യരും ഒരേപോലെ എവിടെ നിന്നാണ്? പാദത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. തന്നെയുമല്ല, അവിടെ പിന്നെയും പറയുന്നുണ്ട്, ചന്ദ്രമാ മനസോ ജാതഃ സൂര്യശ്ചക്ഷോരജായത മുഖാദിന്ദ്രശ്ച വന്നിശ്ച പദ്ഭ്യാം ഭൂമിരജായത. ഭൂമി വരെ ഉണ്ടായത് എവിടുന്നാണ്? പാദത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യരും ഉണ്ടായത് പാദത്തിൽ നിന്നാണ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു? ബ്രാഹ്മണഃ അസ്യ മുഖം ആസീത്, ബ്രാഹ്മണൻ അദ്ദേഹത്തിന് മുഖമായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നവരായി. നമുക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ നിരവധി അംഗങ്ങളുണ്ട്. ആ എല്ലാ അംഗങ്ങളും പാർട്ടിയുടെ വക്താക്കളല്ല. വക്താക്കളാകുന്നവരാരാണ്? അതിൽ പറയാൻ സാമർഥ്യമുള്ള ആളുകളെയാണ് വക്താക്കളാക്കി വെക്കുക. തന്നെയുമല്ല, പാർട്ടിയുടെ നയങ്ങളെയും തന്ത്രങ്ങളെയും വ്യക്തമായി കർമ്മ പദ്ധതികളെയും വ്യക്തമായി അറിയുന്ന ആളെയാണ് അതിന് മുഖമാക്കുക. മുഖം എന്ന് പറഞ്ഞാൽ അതിന് വക്താവ് എന്നാണ് അർത്ഥം. അപ്പൊ അത് പറയുന്നതിന് ബ്രാഹ്മണോ അസ്യ മുഖം ആസീത് ബാഹു രാജന്യ കൃതഃ. കൃതഃ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അവന്റെ ബാഹുക്കളാക്കി. ആരെ? രാജന്യനെ. രാജന്യൻ രാജാവ്, ഭരണം നടത്തുന്നവൻ, ക്ഷത്രിയൻ. ക്ഷതങ്ങളിൽ നിന്ന് ജനങ്ങളെ
ത്രാണം ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവൻ, അതിന് തക്കതായ ബാഹുബലം ഉള്ളവൻ, കരുത്തുള്ളവനെ എന്താക്കി തീർത്തു? കൈയാക്കി തീർത്തു എന്നാണ്. പിന്നെയാണ് ഊരു തദസ്യദ്വൈശ്യഃ, വൈശ്യനെ ഊരുവാക്കി തീർത്തു. ഊരു എന്ന് പറഞ്ഞാൽ തുടകൾ എന്നാണ് അർത്ഥം. അതിന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത എന്ന് ശരിക്ക് പ്രതീകാത്മകമായി പറഞ്ഞുകൊണ്ടാണ് ഉത്പാദനക്ഷമത ആണ്. എന്താണ് വേണ്ടത്? രാജ്യത്തിന് വേണ്ട സമ്പത്തിനെ ഉണ്ടാക്കുന്നവനാണ് വൈശ്യൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഊരു തദസ്യദ്വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത, കാലിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലാവരും സർവേ ശൂദ്രാഹ ജായന്തേ സംസ്കാരാത് ദ്വിജ ഉച്യതേ, സംസ്കാരം കൊണ്ട് ദ്വിജൻ എന്ന് പറയുന്നു. പിന്നെന്താണ്? വേദം പഠിച്ചാലും ബ്രാഹ്മണനാകുന്നില്ല. വേദജ്ഞാനാത് ഭവേദ് വിപ്രഹ, അപ്പോഴും വിപ്രൻ എന്നേ പറയുന്നുള്ളൂ. ബ്രഹ്മജാനാദി ബ്രാഹ്മണ, ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനമുണ്ടായവൻ. അഥവാ നമ്മുടെ പാസ്റ്റർ പറഞ്ഞ വിധത്തിൽ പറയുകയാണെങ്കിൽ തിയോളജി ശരിയായി മനസ്സിലാക്കിയാണ്. അപ്പോഴാണ് എന്താവുന്നത്? ബ്രാഹ്മണനായിട്ട് തീരുന്നത് എന്നർത്ഥം. ഇവിടെ കൃത്യമായിട്ട് വേദത്തിലെ ഈ മന്ത്രത്തിന് അതിൻ്റെ ഭാഷ്യം എഴുതിയ സായണൻ, വേദത്തിന് ഭാഷ്യം, ഏറ്റവും നല്ല ഭാഷ്യം എഴുതിയിരിക്കുന്നത് സായണനാണ്. സായണൻ ആ കാലത്ത് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത്ര മുഖബാഹു ഊർവാദയോ വൃത്തിഭേദമാത്ര പരാമർശകാഹ, അത്ര മുഖബാഹൂർ ഊർവാദയോ വൃത്തിഭേദമാത്ര പരാമർശകാഹ, അവിടെ മുഖമെന്നും ബാഹുവെന്നും ഊരുവെന്നും പാദമെന്നും എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൃത്തിഭേദമാത്ര പരാമർശകാഹ, വൃത്തി പ്രവൃത്തിയിലുള്ള വ്യത്യാസത്തെ മാത്രം പരാമർശിക്കുന്നതാണ്. അല്ലാതെ എന്തല്ല, നതു ജാതി വാചി, ജാതിയെ പറയുന്നതല്ല, വൃത്തി പ്രവൃത്തി അനുസരിച്ചാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ആര് പറയുന്നത്? നമ്മുടെ മനുസ്മൃതിയാണ് അദ്ദേഹം വളരെ ചീത്തയായിട്ട് പരാമർശിച്ചത്. മനു പറയുന്നു എന്താണ്? ശൂദ്രോ ബ്രാഹ്മണതാം ഏതി, ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം, ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം, ക്ഷത്രിയാത് ജാതമേവം തു വിദ്യാത് വൈശ്യാത് തഥൈവച. മനുസ്മൃതിയിലെ 10-ാം അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകമാണ്. ആർക്ക് വേണമെങ്കിലും നോക്കാം, ഇവിടെ ഇരിപ്പുണ്ട് ഗ്രന്ഥം. ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണതയെ പ്രാപിക്കുന്നു. ബ്രാഹ്മണശ്ച ഏതി ശൂദ്രതാം, ബ്രാഹ്മണൻ ശൂദ്രതയെയും പ്രാപിക്കുന്നു. രാജന്യസ്യ തഥാപത്യം, അപ്രകാരം തന്നെയാണ് രാജാവിന്റെ മകനും. രാജാവിന്റെ മകൻ ആരായിത്തീരും? രാജാവിന്റെ മകൻ ബ്രാഹ്മണനാകും. നമ്മുടെ വിശ്വാമിത്രനെ പോലെയൊക്കെ ബ്രാഹ്മണൻ നേടി. അല്ലെങ്കിൽ ശൂദ്രനോ ചണ്ഡാലനോ ആയിത്തീരും. ത്രയ്യാരുണന്റെ മകൻ, സയ്യാറിന്റെ മകൻ സത്യവ്രതൻ. ആ സത്യവ്രതനാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു ചണ്ഡാലൻ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് ആരാണ്? ത്രിശങ്കു സ്വർഗം. ത്രിശങ്കുവിന്റെ പേരെന്താണ്? സത്യവ്രതൻ എന്ന ക്ഷത്രിയനാണ് ത്രിശങ്കു. അല്ലാതെ ത്രിശങ്കു ഒരു വെറും ചണ്ഡാലനല്ല, കർമ്മചണ്ഡാലനാണ്. എന്താണ് ത്രിശങ്കു? ത്രയ്യാരുണൻ എന്ന് പറയുന്ന ധർമ്മനിഷ്ഠനായ രാജാവിന്റെ മകനാണ് സത്യവ്രതൻ. അയാൾ എന്താണ് ചെയ്തത്? ഒരു വിവാഹപ്പന്തലിൽ, ഒരു വിവാഹം നടക്കുന്നിടത്ത് പന്തലിൽ ചെന്നിട്ട് വധുവിനെ തട്ടിക്കൊണ്ടുപോയി. വസിഷ്ഠ മഹർഷിയുടെ ഹോമധേനുവിനെ കൊന്നു തിന്നു. അതിന്റെ മാംസം വിശ്വാമിത്രന്റെ ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും തീറ്റിച്ചു അറിയിക്കാതെ. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് നീ ചണ്ഡാലനായി പോകാൻ പറഞ്ഞത്. അല്ലാതെ അത് ആരല്ല, അത് കാട്ടിൽ ജനിച്ച ഒരാളല്ല, ഒരു വനേചരനല്ല, വേടനല്ല, ഒരു ക്ഷത്രിയനാണ് എന്തായി മാറിയത്? ഈ പറയുന്നത് പോലെയുള്ള ഈ വൃത്തി അവലംബിച്ച് ചണ്ഡാലനായി മാറിയത്. അപ്പൊ പ്രവൃത്തികൾക്കനുസരിച്ച് ശൂദ്രോ ബ്രാഹ്മണതാമേതി, ശൂദ്രൻ ബ്രാഹ്മണനായി തീരും. അതെവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? ഛാന്തോഗ്യോപനിഷത്ത് എടുത്തു നോക്കുക.
അതിന്റെ 4-ാം അധ്യായം ചാന്തോപനിഷത്ത് ഇവിടെയും വാങ്ങാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ 4-ാമത്തെ അധ്യായം എടുത്തു നോക്കുക. അതിൽ പറയുന്നുണ്ട്, സത്യകാമൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു പരിചാരികയുടെ മകനാണ്. പരിചാരികയുടെ മകനാകുമ്പോൾ ആരാണത്? അത് ശൂദ്രനാണ്. അവൻ ഒരേ ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? വേദം പഠിക്കണം എന്നാണ് ആഗ്രഹം. ശൂദ്ര ബാലകന് വേദം പഠിക്കണമെന്ന ആഗ്രഹം. അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പേര് ജബാല. ജബാലയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേദം പഠിക്കണം, നീ പോയി പഠിച്ചോളാനാ പറഞ്ഞത്. അയ്യോ മോനെ, നീ പഠിക്കാൻ പോയ നിന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിവിടെ പരാമർശിക്കുകയുണ്ടായി. കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വേദം പൊതുവെ എല്ലാവരും പഠിക്കേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു ഈ നിയമം, ഞങ്ങൾക്കുണ്ടായിരുന്നു. ബൈബിൾ ക്രിസ്ത്യാനി വായിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വായിച്ചാൽ പല കാര്യങ്ങളും അവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ പള്ളികളിൽ ബൈബിൾ വായിച്ച് അതിനെ വിശദീകരിച്ചു കൊടുക്കും. അത് കേൾക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച കുർബാന കടമുള്ളതായി തീർന്നത്. അല്ലാതെ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു പ്രത്യേകതയില്ല. വേദവിധി ഈ അധ്യാപനം, ഔദ്യോഗികമായ ഈ ബൈബിളിന്റെ അധ്യാപനം നടക്കുമ്പോൾ അത് കേൾക്കുക എന്നുള്ളത് ഒരാളുടെ ചുമതലയാക്കി വെച്ചു. അതാണ് ഈ ഞായറാഴ്ച കുർബാനയുടെ കടമ എന്ന് പറയുന്നത്. അല്ലാതെ അതിന് യാതൊരു പ്രത്യേകതയും വേറെയില്ല. കാരണം എന്താ വെച്ചാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇപ്പം നിന്റെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. ആളുകൾ നമ്മൾ കോപിക്കാറുണ്ട്, പക്ഷെ കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കരുത്, കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും? ശരി, അമ്മായിമ്മയോട് 4 പറയുന്നത് നേരെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പറയാം, പിന്നെ സന്ധ്യാവുമ്പോഴേക്കും മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള സൂര്യനാണ്, നമ്മളിലുള്ള ചൈതന്യമാണ് സൂര്യൻ. ആ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. ആരുടെയൊക്കെ ചൈതന്യം എപ്പോൾ അസ്തമിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല, അല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ MLA മരിച്ചു പോയില്ലേ? എത്ര പെട്ടെന്ന് ഒരു പ്രസംഗം കഴിഞ്ഞ സമയത്താണ്. നമുക്ക് പറയാൻ പറ്റില്ല ആരുടെയൊക്കെ സൂര്യൻ എപ്പോൾ അസ്തമിക്കുന്നു. അപ്പൊ സൂര്യൻ അസ്തമിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും കോപം കൊണ്ട് നടക്കരുത്. ആരുടെയെങ്കിലും ദേഷ്യപ്പെട്ടാൽ അനുരഞ്ജനപ്പെട്ടുകൊള്ളണം. എന്താണ് അതിന്റെ അർത്ഥം? ഇതുപോലെ പലയിടത്തും പല സന്ദേഹങ്ങൾ ഉണ്ടാക്കാവുന്ന പല ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അത് വായിക്കരുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നത്. ഇന്ന് ആ വ്യവസ്ഥയില്ല. കാരണം എന്താണ്? ഇന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് ആളുകൾ. ഇതുപോലെ തന്നെയാണ് വേദം പല ഭാഗവും നോക്കിയാൽ പല സന്ദേഹങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ആര് മതി? അറിവുള്ള ആളുകൾ. അപ്പൊ ഈ കുട്ടി ചെന്നിട്ട് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്താണ് പറഞ്ഞത്? നീ പോയി വേദം പഠിച്ചോളാനാ പറഞ്ഞത്. ശൂദ്രന്റെ അമ്മ. അയാൾ ചെന്ന് ഒരു വലിയ വേദപണ്ഡിതനെ കണ്ടുപിടിച്ചു. ഹരിദ്രമത ഗൗതമൻ എന്ന പണ്ഡിതനെ കണ്ടുപിടിച്ചു. അദ്ദേഹം വേദം പഠിപ്പിക്കുന്ന ആളാണ്. കുട്ടി പഠിക്കാനായിട്ട് അമ്മോട് പറഞ്ഞു, അമ്മേ, ഗുരുവിനെ അഭിവാദനം ചെയ്യുമ്പോൾ അച്ഛന്റെ പേര് പറയണം. എൻ്റെ അച്ഛന്റെ പേരെന്താ അമ്മയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മ ഒരു പരിചാരികയായിരുന്നു. പലരെയും പരിചരിച്ച് നടന്ന കാലത്താണ് നീ ഉണ്ടായത്. നിന്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ, നീ ജാബാലനാണെന്ന് പറയുക. ജബാലയുടെ മകൻ ജാബാലൻ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഗുരു വിചാരിച്ചോളും എന്താണ് ജബാലൻ അച്ഛന്റെ പേരാണെന്ന് വിചാരിച്ചോളും എന്താണ്. പക്ഷെ കുട്ടി അവിടെ ചെന്നിട്ട് ഗുരു ചോദിച്ചു, എന്താ മോനെ, നീ എന്താ വന്നത്? പറഞ്ഞു, വേദം പഠിക്കാൻ വന്നതാ. നിന്റെ അച്ഛന്റെ പേരെന്താന്ന് അപ്പ ചോദിച്ചു. കാരണം കുട്ടി ഇത് പറഞ്ഞിരുന്നില്ല. കുട്ടി കൃത്യമായി പറഞ്ഞത്, അമ്മ പറഞ്ഞു കൊടുത്ത സൂത്രമല്ല കുട്ടി പറഞ്ഞത്. എൻ്റെ അമ്മ ഒരു പരിചാരികയായിരുന്നു എന്ന് പറഞ്ഞ ഒരു ശൂദ്ര സ്ത്രീയായിരുന്നു. എൻ്റെ അച്ഛന്റെ പേര് എൻ്റെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹം പരിചാരകന്മാരെ വിളിച്ചു, അല്ലേ? ഹരമേ സമിതഃ ഉപ നൈതദ ബ്രാഹ്മണോ വക്ഷ്യതി. ബ്രാഹ്മണനല്ലാത്ത ഒരുവൻ ഇത് പറയാൻ കഴിയില്ല. സമിത്ത് കൊണ്ടുവരിക, ഞാൻ ഇവനെ ഉപനയിക്കട്ടെ. അപ്പോൾ തന്നെ ഉപനയിച്ചു ആ കുട്ടിയെ. ടൗൺ ഹാള് കിട്ടാൻ കാത്തുനിന്നില്ല. ഇപ്പൊ ഉപനയനത്തിന് ടൗൺ ഹാളൊക്കെ കിട്ടിയിട്ട് ദിവസം നോക്കിയിട്ടാണ്. ആ കുട്ടിയെ അപ്പോൾ തന്നെ ഉപനയിച്ചു. കാരണം എന്താണ്? സത്യം പറയുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ലക്ഷണം. സത്യം പറയണം, ആ ഒരൊറ്റ ക്വാളിറ്റി. കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്ന ആളാണ് ബ്രാഹ്മണൻ. അദ്ദേഹം നമ്മുടെ പാസ്റ്ററെ പോലെ നുണ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് വിശ്വസിക്കുക? നുണ പറയാൻ പാടില്ല, സത്യം പറയുക. എന്ത് തന്നെ വന്നാലും സത്യമേ പറയൂ എന്നുള്ള ഗുണമുള്ള ആളാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിധത്തിൽ ശൂദ്രോ ബ്രാഹ്മണതാമേതി ഈ ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ എന്താണ്? ഒരിക്കലും
മാറ്റമില്ലാത്ത ഒന്നല്ല വർണ്ണം എന്ന് പറയുന്നത്. വർണ്ണം എന്ന് പറയുന്നത് വരിക്കുന്നതാണ്. വരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു തൊഴിലിനു വേണ്ടി സ്വീകരിക്കുന്നതാണ് ധർമ്മം, വർണ്ണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു വാഹനം വാങ്ങി, നമ്മളൊരു ബസ് വാങ്ങി, ഇതുപോലെയുള്ള ഒരു ബസ് നമ്മൾ വാങ്ങി. അപ്പൊ അതിലെ ഡ്രൈവർ വേണം, കണ്ടക്ടർ വേണം, ക്ലീനർ വേണം, ഒക്കെ വേണം. ഒരാളോട് ചോദിച്ചു, നിനക്ക് ഡ്രൈവിംഗ് എടുക്കാമോ? ഇല്ല, അതെനിക്ക് പറ്റില്ല, ഞാൻ കണ്ടക്ടർ ആയിക്കോളാം. വേറൊരാൾ പറയും, ഞാൻ എന്തായിക്കോളാം, ഞാനത് വൃത്തിയാക്കി, വണ്ടിയൊക്കെ വൃത്തിയാക്കി തരാം, ക്ലീനർ ആക്കിക്കോളാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നമ്മുടെ കോളേജുകളിലൊക്കെ, ഇപ്പൊ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവിടുത്തെ കുട്ടികൾ, പാല സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഞാൻ. അപ്പൊ അവിടുത്തെ കുട്ടികളോട് ചോദിക്കും, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, എടോ നമുക്ക് കുറച്ച് കമ്മിറ്റികളൊക്കെ വേണം, എന്ത് കമ്മിറ്റിയാ തനിക്ക് പറ്റുക? ഒരാൾ പറയും, നല്ല മെഡിക്കലായിട്ടുള്ള ഒരാൾ പറയും, ഞാൻ സോവനിയർ കമ്മിറ്റി എടുത്തോളാം. സോവനിയർ കമ്മിറ്റി എന്താണ്? അവിടെ പല അതിഥികൾ വരും, അതിഥികളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭാഷയിൽ എഴുതി വെക്കുക. അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികൾ ഒരു കമ്മിറ്റി എടുക്കും. വേറെ ആൾ പറയും, ഞാൻ വളണ്ടിയർമാരായിക്കോളാം, വളണ്ടിയർ. അപ്പോൾ ആളുകളൊക്കെ നിയന്ത്രിക്കുക, നയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വേറൊരാളെന്താ പറയാ, ഞാൻ പന്തല് കമ്മിറ്റി എടുത്തോളാം, പന്തല്, അതായത് ബെഞ്ചും ഡെസ്കും പിടിച്ചിടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇല്ലേ? പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാം. വേറൊരാൾ പറയും, ഞാൻ ഫൈനാൻസ് കമ്മിറ്റി ആയിക്കോളാം, പരസ്യം പിടിക്കുന്നു, പിന്നെ എന്താണ്, കാശ് പിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നോക്കൂ, ഓരോരുത്തരുടെയും ആദ്യം പറഞ്ഞാണ് ബ്രാഹ്മണന്റെ ഗുണമാണ് കാണിക്കുന്നത്. നന്നായിട്ട് വിശദമായിട്ട് എഴുതുക, അല്ലേ? ഇന്റർവ്യൂ ചെയ്യുക, ആശയങ്ങളിലേക്ക് എത്തിക്കുക. ബ്രാഹ്മണന്റെ സ്വഭാവമുള്ള കുട്ടിയാണ്. പിന്നെ ഒരാൾ എന്താണ്, വളണ്ടിയറായിട്ട് ജനങ്ങളെ നിയന്ത്രിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടന്നോളാം, ക്ഷത്രിയന്റെ ഗുണമുള്ള കുട്ടിയാണ്. പിന്നെ ഒരാൾ ആരാണ്, ഫൈനാൻസ് കമ്മിറ്റി ആകുന്ന ഒരാൾ. അയാൾ എന്ത് ചെയ്യും? പണം, സാമ്പത്തികമായ കാര്യങ്ങൾ, വൈശ്യന്റെ സ്വഭാവമുള്ള കുട്ടിയാണ്. പിന്നെ ഒരാൾ എന്താകുന്നു, ഒരാൾ പറയുന്നു, ഞാൻ ബെഞ്ച് ഡെസ്ക് ഒക്കെ പിടിച്ചിട്ടുള്ളതാണ്, ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ സാധാരണ ലേബർ, അവിദഗ്ധ തൊഴിലാളി ചെയ്യുന്ന കാര്യങ്ങൾ, ഈ 4 സ്വഭാവവും ആരിലുണ്ട്? എവിടെയുണ്ട്? ഏത് കുട്ടികളിലും ഉണ്ട്. ഇനി നമ്മൾ നല്ലൊരു പാർട്ടികളിലേക്ക് നോക്കിയോളൂ, നല്ല പാർട്ടികൾ, വിപ്ലവ പാർട്ടികളൊക്കെ എടുത്തു നോക്കിയോളൂ. ആ വിപ്ലവ പാർട്ടികളിൽ ആരുണ്ട്? അവിടെ അവർക്ക് അവരുടെ താത്വിക ആചാര്യന്മാരുണ്ട്. നയങ്ങളും നിയമങ്ങളും ഒക്കെ വിശദീകരിച്ചു കൊടുക്കാൻ താത്വിക ആചാര്യന്മാരുണ്ട്, ബ്രാഹ്മണ്യമുള്ളവരാണ്. പിന്നെ കുറെ ആളുകൾ നേതാക്കന്മാർക്ക് സംരക്ഷണത്തിനായിട്ട് അവരുടെ ഒപ്പം നടക്കുന്നവരുണ്ട്, ഇല്ലേ? അപ്പൊ അവര് ആരാണ്? ക്ഷത്രിയന്മാരാണ്. കുറെ ആളുകൾ ഫൈനാൻസ്, അല്ലെ, പണം പിരിവിനൊക്കെ ആയിട്ട് കുറ്റിപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട്. അതാരാണ്? വൈശ്യന്മാരാണ്. വേറെ കുറെ ആളുകൾ 5 മണി ആകുമ്പോഴേക്കും എന്താണ്, മൈദയൊക്കെ കുറുക്കി പശ ഉണ്ടാക്കി പോസ്റ്ററും പിന്നെന്താണ് ബാനറുകളൊക്കെ ആയിട്ട് പോകും, അല്ലെ? ആരാണ് അവര്? ശൂദ്രന്റെ ഗുണങ്ങളുള്ളവരാണ്. ഇവരെല്ലാവരും ചെയ്യുന്ന എന്താണ്? പാർട്ടിയെ വളർത്തുക എന്നുള്ള യജ്ഞമാണ് അവരനുഷ്ഠിക്കുന്നത്. ഓരോരുത്തരും അവനവന്റെ കർമ്മം ശരിയായി അനുഷ്ഠിക്കുമ്പോൾ അവന്റെ യജ്ഞം അനുഷ്ഠിക്കുന്നു എന്നാണ് നമ്മുടെ വേദം പറയുക. ആര് ചെയ്യുന്നതും ആ യജ്ഞത്തെ വിജയിപ്പിക്കുകയാണ്. അതാണ് ഋഗ്വേദം പറയുന്നത്, സമാനേനവോ ഹവിഷാജുഹോമി, സമാനേനവോ ഹവിഷാജുഹോമി. നിങ്ങൾ ഓരോരുത്തരും ഹവനം ചെയ്യുന്ന ഹവിസ് കൊണ്ടാണ് ഞാനും ഹവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഏത് രംഗത്ത് പ്രവർത്തിച്ചു കൊള്ളട്ടെ, എന്ത് പ്രവർത്തിച്ചാലും, അല്ലെ, ആ യജ്ഞം ഓരോന്നും ചെയ്യുന്നത് ഒരു യജ്ഞമാണ്. അതിൽ ഓരോരുത്തരുടെയും പ്രവൃത്തി എന്താണ്? അവനവന്റെ ഹവിസ്, യജ്ഞത്തിൽ അർപ്പിക്കുന്നതിനുള്ള കാഴ്ചദ്രവ്യം അർപ്പിക്കുകയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ ഋത്വിക്, വേദമന്ത്രങ്ങൾ, ഋഗ്വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന ഋത്വിക്കും യജുസ് അനുഷ്ഠിക്കുന്ന, യജുർവേദം അനുഷ്ഠിക്കുന്ന അദ്വൈര്യവും, വേദമന്ത്രങ്ങളെ ഉറക്കെ പാടുന്ന ഉദ്ഗാതാവ്, സാമവേദത്തിന്റെ ഉദ്ഗാതാവും, എല്ലാറ്റിൻ്റെയും മേൽനോട്ടം വഹിക്കുന്ന ബ്രഹ്മൻ എന്ന അഥർവവേദിയും 4 കൂട്ടരും ചെയ്യുന്നത് ഒരു യജ്ഞത്തെ വിജയിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ്. എല്ലാവരുടെയും കർമ്മം ഒന്നാണ്, ഹവിസ് ഒന്നാണ്. അതുകൊണ്ടാണ് സമാനേനവോ ഹവിഷാജുഭൂമി എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും, അല്ലാതെ ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഒരു മെറിറ്റ് കുറഞ്ഞതല്ല. ഒരേപോലെ മെറിറ്റോറിയസ് ആയിട്ടുള്ള പ്രവൃത്തികളാണ് ഇവർ എല്ലാവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞ മഹത്തായ ഒരു വീക്ഷണം
നമുക്കുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അപ്രകാരം ഇനി വർണ്ണങ്ങൾക്ക് കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. കർമ്മങ്ങൾ എന്താണ്? ബ്രാഹ്മണന്റെ കർമ്മം എന്താണ്? അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, ആദാനം. 6 കർമ്മങ്ങൾ. അധ്യയനം, വേദം അധ്യയനം ചെയ്യുക, പഠിക്കുക, വേദം പഠിപ്പിക്കുക. യജനം, യാചനം, യാഗം ചെയ്യുക, യാഗം ചെയ്യിക്കുക. പിന്നെ ഒന്നുണ്ട് ദാനം, ആദാനം. ദാനം, ആദാനം. ദാനം എന്താണ്? ധനം നൽകൽ. ആദാനം ധനം സ്വീകരിക്കൽ. ഈ 6 കർമ്മങ്ങൾ ബ്രാഹ്മണനുണ്ട്. 6 ആ 6 3 വേറെ പലർക്കും ഉണ്ട്. എന്താണ്? വേദം പഠിക്കാം. വേദം പഠിക്കാൻ ആർക്ക് പഠിക്കാം? സൗകര്യമുള്ള എല്ലാവർക്കും വേദം പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൂദ്രൻ വേദം പഠിച്ച കാര്യം പറഞ്ഞില്ലേ, ഒരു കുഴപ്പവും ഉണ്ടായില്ല. ജാബാലി എന്ന് പറയുന്ന മഹർഷി, അതാണ് ജാബാലി, ജാബാലിയുടെ മകനാ ജാബാലി മഹർഷി. പിന്നെ ആരാണ്? പിന്നെ ശൂദ്രന് പേരിടുമ്പോൾ കേട്ടാൽ അറയ്ക്കണ പേരിടുന്ന ചില ആളുകൾ പറയുന്നുണ്ട്. എല്ലാം കൂടെ വിശദീകരിക്കാൻ നേരമില്ല. അങ്ങനെയൊന്നുമില്ല. അവിടെ എന്താണ് കേട്ടാൽ അറയ്ക്കണമെന്ന പേരിടുന്നതല്ല അതിൻ്റെ അർത്ഥം. അവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന് പേരിടുമ്പോൾ ശർമ്മ എന്ന് കൂട്ടിയിട്ട് പേരിടണം. നാരായണൻ എന്ന് പേരിട്ട നാരായണ ശർമ്മ, അത്രേ ഉള്ളൂ അല്ലേ? പോതായൻ എന്ന് പേരിട്ട പോതായന ശർമ്മ അല്ലേ? പോതായൻ എന്ന് ബ്രാഹ്മണന് പേര് കേട്ടിട്ടില്ലേ? നമ്മുടെ പൽപ്പൊടി കെ പി നമ്പൂതിരി പൽപ്പൊടി കെ പോതായൻ നമ്പൂതിരിയാ. അപ്പോൾ അദ്ദേഹത്തെ എന്ത് വിളിക്കും? പോതായന ശർമ്മ, എത്രയേ ഉള്ളൂ. ക്ഷത്രിയന് പേരിടുമ്പോൾ രക്ഷണം എന്ന അർത്ഥമുള്ള ഒരു ഉപാധി ഉണ്ടാവണം. പേരെന്തു ആകാം. കേരളൻ എന്ന് പേരിട്ടാൽ കേരള വർമ്മ. വർമ്മ എന്ന് പറഞ്ഞാൽ ആർമർ, പടച്ചട്ടയാണ്, പോർച്ചട്ടയാണ്. അപ്പോൾ കേരള വർമ്മ, മാർത്തണ്ഡ വർമ്മ എന്നൊക്കെയാണ്. വൈശ്യന് പേരിടുമ്പോൾ അതിൽ സമ്പത്തിനെ കാണിക്കുന്ന ഒരു പേരിടണം. സമ്പത്ത് ദ്യോതിപ്പിക്കുന്ന ഒരു ഉപാധി ഉണ്ടാവണം. അപ്പോഴാണ് രത്നാകരൻ എന്നും മണിഗ്രീവൻ എന്നുള്ള പേരൊക്കെ ഇടുന്നത്. ശൂദ്രന് പേരിടുമ്പോൾ പ്രേഷ്യ സംയുതം. ശൂദ്രസ്യത് ജുഗുപ്സിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജുഗുപ്സിതം എന്ന് പറഞ്ഞാൽ അത് ഈ ജിജ്ഞാസ പോലെയുള്ള ഒരു വാക്കാണ് ഈ ജുഗുപ്സ എന്നുള്ളത്. ജിജ്ഞാസ പോലെയുള്ള വാക്ക്, അതായത് ഒരു ആഗ്രഹത്തെ കാണിക്കുന്ന. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവിൽ അതിൻ്റെ റൂട്ടുണ്ട്, ധാതുണ്ട്. ജിജ്ഞാസ, അതിൻ്റെ നടുവിൽ എന്താ? എന്ന് പറഞ്ഞാൽ ജ്ഞാനം. ജ്ഞാനത്തിനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ശുശ്രൂഷ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നടുവിൽ ശ്രു എന്നുണ്ട്. ശ്രു എന്ന് പറഞ്ഞാൽ ശ്രവിക്കുക, കേൾക്കാനുള്ള ആഗ്രഹം. ഇപ്പൊ രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന രോഗി ശുശ്രൂഷ. രോഗിക്ക് അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ രോഗിയുടെ ചുറ്റും നടക്കണം. അതാണ് പരിചരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിധത്തിലുള്ള ഈ ജുഗുപ്സ, അതിൻ്റെ ഉള്ളിൽ നടുവിലുള്ള റൂട്ട് ഗുബ് എന്നാണ്. ഗോപനം ചെയ്യുക. ഗോപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം രക്ഷിക്കുക എന്നാണ് അർത്ഥം. രക്ഷണാർഹനാണ് ഞാൻ, രക്ഷ അർഹിക്കുന്നവനാണ് എന്നുള്ള വിധേയത്വത്തെ കാണിക്കുന്ന ഒരു ഉപാധി ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ ശൂദ്രന് എന്ത് പേരും ഇടാം. ഒരു ശൂദ്രന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, മഹിദാസഹ. ദാസൻ, നേരത്തെ പറഞ്ഞ പൂർത്തീകരിക്കുന്നവൻ എന്ന അർത്ഥമുള്ള പദമാണ്. അപ്പൊ മഹി എന്ന് പേരുള്ള ആൾക്ക് മഹിദാസൻ എന്ന് പേരിട്ടു. അദ്ദേഹം പിന്നെ ആരായി തീർന്നു? അദ്ദേഹമാണ് ഐതരേയൻ എന്ന മഹർഷി. ശൂദ്രനാണ്. ആ ശൂദ്രൻ ആരായി തീർന്നു? ഐതരേയ മഹർഷിയായിട്ട് തീർന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഐതരേയ എന്ന് അറിയാൻ കാരണം? ഇതര എന്ന അമ്മയുടെ പേരാണ്. അപ്പൊ അതുവരെ മഹി എന്ന പേരിൽ അറിയപ്പെട്ട ആൾ ബ്രാഹ്മണൻ നേടിയപ്പോൾ അമ്മയുടെ പേരിൽ മഹി എന്നറിയപ്പെട്ടു. അദ്ദേഹം ഐതരേയൻ, ഇതരയുടെ മകൻ എന്ന് അറിയപ്പെട്ടു. വേറെ ഒരു ശൂദ്രൻ, നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു ശൂദ്രനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ എത്രമാത്രം അറുപ്പ് തോന്നും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്താണ് അറുപ്പ് തോന്നുന്ന പേരെന്താണ്? വേറൊരു ശൂദ്രന്റെ പേര് വിതുരർ. വിതുര് ശൂദ്ര സ്ത്രീയിലുണ്ടായ മകനാ വിതുര് അല്ലേ? വിതുരർ എന്ന പേര് കേട്ടിട്ട് എത്ര പേർക്ക് അറുപ്പ് തോന്നിയിട്ടുണ്ട്? അപ്പൊ നമ്മൾ സാധാരണ വിതുരർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? വിതുരദാസഹ എന്ന് പറയണം. നമ്മൾ പല നാരായണന്മാരെയും കണ്ടിട്ടുണ്ട് നമ്പൂതിരിമാരിൽ. പക്ഷേ അവർക്ക് വേണ്ടി വിവാഹകർമ്മമൊക്കെ ചെയ്യുമ്പോഴാണ് എന്താ അറിയുന്നത്? നാരായണ ശർമ്മ നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഉപാധി ഉണ്ടാകണം എന്നേ ഉള്ളൂ. അല്ലാതെ കേട്ടാൽ അറയ്ക്കണ പേരിടണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതും കൂടെ മനസ്സിലാക്കുക. ഇനി ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, തണുപ്പൊക്കെ തുടങ്ങും എന്ന് തോന്നുന്നു. അതുകൊണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ ബീഭത്സമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ പെൺകുട്ടികളുടെ കാര്യമാണ്. ബീഭത്സം കേട്ടാൽ
ഇതാ കേട്ട് കഴിഞ്ഞാൽ ഒരാൾ വിചാരിക്കും ഇങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടിയായി തീർന്നാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകും. ആ വിധത്തിലുള്ളതായതുകൊണ്ട് അത് ഞാൻ വളരെ പെട്ടെന്ന് പറയാണ്. കാരണം എല്ലാം നമുക്ക് പറയാൻ നിവൃത്തിയില്ല, നേരം ഇല്ല. ഇനിയിപ്പോൾ തണുപ്പൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ടി വരും. നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പറഞ്ഞിട്ടുള്ളത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് 6 വയസ്സിൽ വിവാഹം കഴിക്കണമെന്നാണ്. 6 വയസ്സിൽ വിവാഹം കഴിക്കണം പെൺകുട്ടികൾ. 6 വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് 15-ാം ദിവസം ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് 15-16 അങ്ങനെ ദിവസം പറയുന്നത്. എത്ര കഠോരമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു പെൺകുട്ടിയെ 6 വയസ്സിൽ വിവാഹം ചെയ്യാം. അത് വിവാഹം ചെയ്യുന്നവൻ ആരാണ്? അദ്ദേഹം പറഞ്ഞത് 80 വയസ്സുള്ള ആളെന്നാ പറഞ്ഞിട്ടുള്ളത്, 6 വയസ്സുള്ള പെൺകുട്ടിയെ. എന്നിട്ട് അദ്ദേഹം വിവാഹവും കഴിഞ്ഞിട്ട് എന്താണ്, വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചങ്ങ് പോകും. അപ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് എന്താണ്, ചിതയിൽ ഇടണം എന്നാണ് പറയുന്നത്, സതി. എന്നാൽ എന്താണ് ഇവിടെ പറഞ്ഞത്? വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും കൂടെ പറഞ്ഞിട്ട്, നമുക്ക് ഒരു കലത്തിൽ ചോറ് വെച്ചാലേ ആ ചോറ് വെന്തോന്നറിയാൻ അതിലെ എല്ലാ വറ്റും നമ്മൾ ഞെക്കി നോക്കണ്ട, 1-2 വറ്റെടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അദ്ദേഹം നമ്മുടെ ഈ കൊടിത്തോട്ടം പറഞ്ഞ അദ്ദേഹം വെച്ച ആ ചോറും കലത്തില് 1-2 വറ്റ് നമുക്ക് എടുത്തു നോക്കാം. അതെല്ലാം പൊള്ളയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലാക്കാം. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 3 വർഷാണി ഋതുമതി കാംക്ഷേത പിതൃശാസനം തതശ്ചതുർത്ഥേ വർഷേതു ചിന്തേത സദൃശം പതി. ഇത് ബൗധായനം പറയുന്ന, ബൗധായന്റെ സ്മൃതിയിൽ പറയുന്ന. അപ്പോട്ടെ, മനു എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. മനു പറയുന്നത് 3 വർഷാണി ഉദീക്ഷേത കുമാരി ഋതുമതി സതി ഊർധ്വം തു കാലാദേതസ്മാർ വിന്ദേത സദൃശം പതി. 9-ാം അധ്യായത്തില് 90-ാമത്തെ ശ്ലോകം നോക്കാം. ഇതല്ലേ എന്ന് എന്താണ് പറയുന്നത്? ഒരു പെൺകുട്ടി ഋതുമതിയായാൽ, അതായത് അവർക്ക് ആർത്തവം ഉണ്ടായാൽ, 3 വർഷാണി, 3 വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വർഷം. 3 വർഷങ്ങൾ ഋതുമതി സതി, ഋതുമതിയായ അവൾ കാത്തിരിക്കണം. ഊർധ്വം തു കാലാത് ഏതസ്മാത്, ഏതസ്മാത് ഊർധ്വം, ഈ പറഞ്ഞ 3 വർഷത്തിന് അപ്പുറം എന്ത് ചെയ്യും? വിന്ദേത സദൃശം പതി. ഈ 3 വർഷത്തിനുള്ളിൽ അച്ഛൻ അവൾക്ക് അനുരൂപനായ, അനുയോജ്യനല്ല, അനുരൂപൻ. അനുയോജ്യൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അനുയോജനം എന്ന് പറഞ്ഞാൽ പിന്നിൽ വെച്ച് കെട്ട, പിന്നിൽ യോജിപ്പിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ചോദിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ അനുയോജ്യനല്ല, അനുരൂപൻ. അത് പറയുമ്പോൾ ചില ആളുകൾ പറയും അനുരൂപൻ എന്ന് പറഞ്ഞാൽ കാണാനുള്ള രൂപമല്ലേ ഉള്ളൂ എന്ന്. കാണാനല്ല, നമ്മൾ എന്തെല്ലാം നിരൂപണം ചെയ്യുമോ, ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നിരൂപണം ചെയ്യുമോ ആ വരനുള്ളതായിട്ട്, അതെല്ലാം കൊണ്ടുമുള്ള യോജിപ്പുള്ളവനെയാണ് അനുരൂപൻ എന്ന് പറയുക. നമ്മൾ പ്രായം കൊണ്ടുള്ള ചേർച്ച നോക്കും, അല്ലേ? ശാരീരികമായ ചേർച്ച നോക്കും, സാമ്പത്തികമായ സ്ഥിതി നോക്കും, എല്ലാം നോക്കിയിട്ടാണ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അനുരൂപനായ വരനെ 3 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഒരു കുട്ടി ഋതുമതിയാവാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 5-6 വർഷത്തിലൊക്കെ, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ UP സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട്, കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾ പലപ്പോഴും 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളാണ് അധികം എന്താവുന്നത്, ഋതുമതികളാവുന്നത്. അപ്പോൾ ഒരു 12 വയസ്സൊക്കെ ആവുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ ഋതുമതിയായാൽ പിന്നെ 3 വർഷത്തിനുള്ളിലാണ് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, അവൾക്ക് അനുരൂപനായ ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കണം എന്ന് പറയുന്നത്. 3 വർഷത്തിനുള്ളിൽ അച്ഛൻ അനുരൂപനായ ഭർത്താവിനെ കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള വരനെ സ്വീകരിക്കാം. അത് അച്ഛനെ ധിക്കരിക്കലാകുന്നില്ല. അപ്പൊ ഈ 6 വയസ്സിലല്ല കല്യാണം. ഋതുമതി ആയതിനു ശേഷം 3 വർഷം. അതിപ്പോ നമുക്കറിയാം, ഇപ്പൊ മഹാത്മാഗാന്ധിയൊക്കെ കല്യാണം കഴിച്ചതൊക്കെ വളരെ ചെറിയ പെൺകുട്ടിയാണ്. മഹാത്മാഗാന്ധി അല്ല, എൻ്റെ അമ്മാമ, എൻ്റെ അമ്മയുടെ അമ്മ, അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയും പറയാറുണ്ട്, ഡാ നിന്റെ അപ്പാപ്പൻ എന്നെ കൊണ്ടുവരുമ്പോഴേ ഇതാ എനിക്കിത് ഇവളുടെ പ്രായമുള്ളൂ, എൻ്റെ അനിയത്തേക്ക് അടുത്തിട്ട് പറയും. അപ്പൊ ആ പ്രായത്തിൽ, അത് വളരെ മുമ്പൊന്നല്ല, ഈ പറയുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനും അന്നത്തെ കാലം
പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതെന്താണ്? ഇനി ഇതിനൊക്കെ എന്താ ഒരു മാറ്റം വരിക? ഒരു മാറ്റം വരാൻ ഒരു നിവൃത്തിയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇദ്ദേഹത്തെക്കാൾ ബോധം അവർക്കുണ്ടായിരുന്നു. അവർ പറയുന്നത് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇതിൽ പറയുന്ന നിയമങ്ങൾ കാലത്തിനനുസൃതമായി വ്യാഖ്യാനിച്ച് മാറ്റം വരുത്തുവാൻ ആരെല്ലാം വേണം എന്ന് പറയുന്നുണ്ട്. 4 വേദങ്ങളും വേദാംഗങ്ങളും പഠിച്ചവർ, ഉപവേദങ്ങൾ പഠിച്ചവർ എന്ന് പറഞ്ഞാൽ അർത്ഥശാസ്ത്രം, ഇക്കണോമിക്സ് പഠിച്ച ആൾ വേണം, ഗാന്ധർവ വിദ്യ പഠിച്ച ആൾ വേണം, അതായത് കലകളൊക്കെ ഉള്ള ആൾ, സംഗീതമൊക്കെ പഠിച്ച ആള്, സ്ഥാപത്യം ശില്പികൾ വേണം, ആയുർവേദം പഠിച്ച ആള് ഉപവേദത്തിൽപ്പെട്ടതാണ്. അപ്പോ വൈദ്യർ വേണം, ഇക്കണോമിസ്റ്റ് വേണം, പിന്നെന്താണ്, കലാകാരന്മാർ വേണം. എല്ലാമുള്ള നമ്മുടെ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റ് പോലെ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ അത് ചേർന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ എന്ത് അമെൻമെന്റ് വരുത്തണം എന്ന് നിശ്ചയിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ നിയമം ലോകമുള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് മനു പറഞ്ഞിട്ടില്ല. അത് ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ കുഴപ്പമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഉത്കൃഷ്ടായ അഭിരൂപായി. ഇനി ഇതിൽ ഒരു ചെറിയ റിലാക്സേഷൻ ഉണ്ട്. അതായത് ഋതുമതിയായി 3 കൊല്ലത്തിനുള്ളിൽ ചില സാഹചര്യങ്ങളിൽ എന്തുണ്ടാവും, ചിലപ്പോ മോൾക്ക് പറ്റിയ എല്ലാം കൊണ്ടും ചേർന്ന ഒരു വരനെ കണ്ടെത്തുന്നു. ഒരു വരനെ കണ്ടു, ഇയാൾക്ക് എൻ്റെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാം. പക്ഷേ മോള് ഋതുമതി ആയിട്ടില്ല, ആവേണ്ട എങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നാണെങ്കിൽ, അപ്പോ അവിടെ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, അങ്ങനെ നല്ല ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ, ഇനി അഥവാ ഋതുമതി ആയിട്ടില്ല, കുറച്ചു കാലം ചെറിയ റിലാക്സേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ആൾക്ക് വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്നാണ്. എങ്ങനെയാണ്, ഉത്കൃഷ്ടായ അഭിരൂപായ വരായ സദൃശായ ച, അവൾക്ക് സദൃശനായ എല്ലാം കൊണ്ടും ചേർന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവളെ ഋതുമതി ആകുന്നതിന് മുൻപും വേണമെങ്കിൽ വിവാഹം ചെയ്തു കൊടുത്തോളൂ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വരന്റെ അമ്മയോട് പറയും, എൻ്റെ മോളെ നോക്കിക്കൊള്ളണം കേട്ടോ എന്ന് പറയും. അവൾക്ക് പക്വത വരുന്നത് വരെ അവൾ അമ്മയുടെ കൂടെയാണ് നിൽക്കുക, അമ്മായിമ്മയുടെ കൂടെയാണ് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഞാൻ ഒരുപാട് വിട്ടുകളഞ്ഞിട്ടാണ് പറയുന്നത്. കാമം തു ക്ഷപയേ ദേഹം പുഷ്പമൂല ഫലൈ ശുഭൈഹി. അദ്ദേഹം പറഞ്ഞ വേറൊരു കഠിനമായ കാര്യമുണ്ട്. അതെന്താണ്, അത് ഉടന്തടിച്ചാട്ടം. സതി എന്ന് പറയുന്നത്, സതി അനുഷ്ഠിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് മരിച്ചു പോയാൽ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയെങ്കിൽ അവൾ എന്ത് ചെയ്യണം, അവൾ സന്യാസം സ്വീകരിച്ച പുരുഷനെ പോലെ മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരം ക്ഷീണിച്ചു കൊള്ളട്ടെ, അങ്ങനെ പുഷ്പങ്ങളും ഫലമൂലാദികളും ഭക്ഷിച്ചുകൊണ്ട് ആർഭാടപൂർണമല്ലാത്ത ജീവിതം നയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിക്കുന്ന പുരുഷനെ പോലെ അവൾ വീട്ടിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. അല്ലാണ്ട് അവളെ ഭർത്താവിന്റെ ചിതയിലിട്ട് കൊല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് കാമം തു ക്ഷപയേത് ദേഹം, ശരീരത്തെ ക്ഷീണിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്പ മൂലഫലൈ ശുഭൈഹി, പുഷ്പങ്ങളും ഫലമൂലങ്ങളും കഴിച്ചിട്ട് എന്നർത്ഥം. അപ്രകാരം കഴിയാനാണ്, അതാണ് അതിലെ 5-ാം അധ്യായത്തിൽ 157-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ എന്താണ്, മനുസ്മൃതിയിലെ 5-ാം അധ്യായവും 10-ാം അധ്യായവും അന്ന് അദ്ദേഹം പലതവണ പറയുകയുണ്ടായി. ഇതിൽ 5-ൽ പറയുന്നതാണ് ഇത്. അല്ലാതെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരിക്കലും ജീവനോടെ കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. 2-ാമതും പറയാണ്, പിന്നീടും പറയാണ്, ഒരു പെൺകുട്ടി എന്ത് ചെയ്തിട്ട് മരണം വരെയും അച്ഛന്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നാലും അവൾക്ക് ചേരാത്ത പുരുഷനെ കൊടുക്കരുത്. ഒരു പെൺകുട്ടിയെയും അവൾക്ക് ചേർച്ചയില്ലാത്ത പുരുഷന് കൊടുക്കാൻ പാടില്ല. അവൾ മരണം വരെയും അച്ഛന്റെ വീട്ടിൽ നിന്നുകൊള്ളട്ടെ എന്നാണ്. അല്ലാതെ എന്തല്ല, 6 വയസ്സാകുമ്പോഴേക്കും തോന്നിയ ആൾക്ക് 80-കാരനും 90-കാരനും പിടിച്ചു കൊടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ വർത്തമാനം മുഴുവൻ കേട്ട ആളാണ് ഞാൻ. കേട്ടത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഒരക്ഷരം പോലും എടുക്കാനില്ല.
എന്ന സത്യം പറഞ്ഞുകൊണ്ട്, കാരണം എനിക്ക് സമയത്തിന്റെ പരിധിയുണ്ട്, എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓരോന്നിനുമുള്ള മറുപടി ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായി നമുക്ക് ഇവിടെ സംഘർഷങ്ങളൊന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ കഴിയുന്നത് പോലെയുള്ള ഒരു സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷം തന്നെ ഇവിടെ ഉണ്ടാകട്ടെ. അത് എവിടെയും നമുക്ക് അഭിമാന പരസ്പരം പറയാം. ഞാനൊരു സംഭവം ഓർക്കാണ്. ഒരു 3-4 വർഷം മുമ്പ് വിഷുവും ദുഃഖവെള്ളിയും ഒരേ ദിവസം വന്നു. ആ ദിവസം വീട്ടിൽ ഇത് ഓർക്കാതെ പടക്കം വാങ്ങിവെച്ച പല കൂട്ടുകാരും, പല ഹൈന്ദവ കുടുംബങ്ങളിലും ആ ദിവസം പടക്കം പൊട്ടിക്കാതെ അവർ ഈസ്റ്ററിന്റെ അന്ന് പടക്കം പൊട്ടിച്ചത്. ഇതിപ്പോ ഇന്നുണ്ടായതല്ല. ഇവിടെ അത്രയ്ക്ക് ഹാർമണിയോടുകൂടി, ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് നമ്മളുടേത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ നമ്മുടെ ആ സച്ചിന്തകളിൽ വിഷം കലർത്തുന്ന ഇപ്രകാരമുള്ള കുത്സിത ബുദ്ധികളെ ദൂരീകരിക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്നെ ശ്രമിച്ച എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട്, ഭാരതം ഉജ്ജ്വലമായ ഭാരതീയ സംസ്കാരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും നമസ്കാരം.